Right now the temple working. So this is a active temple. It's called Virabhadra temple. Discovered the time they find this temple. This one? Okay. Before was mud inside the field. നമ്മളിവിടെ ഹംപിയിലെ ശിവ ടെമ്പിളിലാണ്. അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണിത്. കൃഷ്ണദേവരായരുടെ കാലത്തെ ഭൂമിക്കടിയിലുള്ള ശിവ ടെമ്പിളാണെന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശിവ ടെമ്പിളിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടെമ്പിൾ ഇപ്പോഴും വർക്കിംഗ് അല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നടുക്കായിട്ടൊരു പോണ്ട് ഉണ്ടെന്ന് പറയുന്നു. അതിനകത്ത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വന്ന് കെട്ടി കിടക്കുന്നുണ്ട്. നമ്മളങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് ടെമ്പിളിൻ്റെ പേര്, പ്രസന്ന വിഷ്ണുപക്ഷ ടെമ്പിൾ. സോ ഇത് പിന്നുണ്ടായ എക്സ്കവേഷൻ സമയത്ത് ടെമ്പിൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഇതിൻ്റെ എൻട്രൻസ് പോയിൻ്റാണിത്. നമ്മളതിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ നല്ല മഴ പെയ്തെന്നാണ് നമ്മൾ വന്ന വണ്ടിയിലുള്ള ആൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുമെന്ന് പറയുന്നു. ഹംപിയിലെ ശിലാരൂപങ്ങൾ എല്ലാം തന്നെ ഇവിടെയും കാണാം. നമ്മൾ തന്നെ ഇങ്ങോട്ട് പോകണം, ഭൂമിക്കടിയിലേക്ക് പോകുന്നു. ടെമ്പിളിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ തോന്നുന്നു. നേരെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഭൂമിക്കടിയിലാണ് ഒരു നന്ദിയുടെ സ്റ്റാച്ചു ഉണ്ട്. ശിവലിംഗ അകത്താണ്. പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം വെള്ളം കെട്ടി കിടക്കുകയാണ്, വെള്ളം കയറി കിടക്കുകയാണ്. സോ ഒരു പഴയ ശിവ ടെമ്പിളാണ് ഭൂമിക്കടിയിലുള്ളത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ എക്സ്കവേഷനിൽ കണ്ടുപിടിച്ചാണെന്നാണ് പറയുന്നത്. നിറയെ പക്ഷികളിങ്ങനെ പറക്കാൻ നമുക്ക് കാണാം. ഇവിടെ കൂടെ നമ്മുടെ സൗണ്ട് കേട്ട സമയത്ത് അവരിങ്ങനെ ഇളകി പറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഇരുളടഞ്ഞ സ്ഥലങ്ങൾ ആണ്. അടിയിലുള്ള ശിവക്ഷേത്രമാണ്. ഇതിൻ്റെ സൈഡിലുള്ള ഒരു എൻട്രൻസ് ആണിത്. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴത് ഒരുപാട് ഇത് ചെറിയ ചെറിയ ടെമ്പിൾസ്, ഇവിടെയൊക്കെ പഴയ ടെമ്പിൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം പോയി കിടക്കുകയാണ്. ഇതാണ് അടുത്ത ഒരു ചെറിയ ടെമ്പിൾ. ഇവിടെ കൂടെ എന്തോ ഒരു ഓൾഡ് സ്പേസ് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, നോക്കാം. ഒരു ചെറിയ കിണർ പോലത്തെ എന്തോ ശിവലിംഗത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ വരുന്ന സ്ഥലമായിരിക്കാം. ഇവിടെ എല്ലാം പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്തെ ഉണ്ടായിരുന്ന പഴയ ഒരു ടെമ്പിളാണെന്നാണ് ഗൈഡ് വന്നപ്പോൾ പറഞ്ഞത്. ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണിത്. ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു ചെറിയ ടെമ്പിൾ തന്നെ ഇവിടെ ഈ സൈഡിൽ കാണാം. വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. മഴയെല്ലാം കഴുത് വെള്ളം കെട്ടി കിടക്കാനുണ്ടോ. ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിരുന്നെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ടെമ്പിളാണ്. പക്ഷേ ഇത് ആർക്കിയോളജിക്കൽ സർവേ ആരുടെ കയ്യിലാണെന്ന് അറിയത്തില്ല. ഇതിങ്ങനെ ഇത് വെച്ചിട്ട് കമ്പിയെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ടെമ്പിൾ. ഇത് തന്നെ ഏകദേശം ഇടിഞ്ഞ് വീഴാനായി തോന്നുന്നു. കമ്പിയെല്ലാം വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങോട്ട് നടക്കുകയാണത്. ഇവിടെ ഒരു മണ്ഡപം പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഫുള്ള് കല്ലിലാണ് ചെയ്തേക്കുന്നത്. ഹംപിയുടെ തനതായിട്ടുള്ളൊരു രൂപം നമുക്കിവിടെ കാണാം. പക്ഷെ വളരെ വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനൊന്നും പ്രോപ്പറായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നാശത്തിൻ്റെ വക്കിൽ കിടക്കുകയാണ്. ഇവിടെ ഒരു കൽമണ്ഡപമുണ്ട്. ഇവിടെ ഒരു ടെമ്പിളുണ്ടെന്ന് തോന്നുന്നു. ചെറിയ കൽമണ്ഡപവും ടെമ്പിളും ഇത് എവിടെയും കാണാം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഹംപിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഇത്, അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കേണ്ടത് പഴയ പാറക്കല്ലുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. പൂർണ്ണമായിട്ടിത് കവർ ചെയ്തിരിക്കുന്നത് കല്ലുകൾ വെച്ച് കവർ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് റൂഫെല്ലാം. പക്ഷേ അതിൻ്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാം തകർന്ന് പോയിരിക്കുകയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കൃഷ്ണദേവരായരുടെ VIP വരുമ്പോൾ താമസിക്കാറുണ്ട്. ഒരു ഗസ്റ്റ് ഹൗസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. അതതിൻ്റെ വെളിയിലാണ്.
സോ നമ്മൾ കയറിപ്പോയ സ്ഥലം ഇതാണ്, അണ്ടർഗ്രൗണ്ട് ടെമ്പിളിൻ്റെ എൻട്രൻസ് പോയിൻ്റാണിത്. ശരിക്കും ഹംപി നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ. അപ്പം എപ്പോഴെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഹംപിയിൽ എത്തുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ശരിക്കും ഹംപിയുടെ ഒരു കൾച്ചർ, അതായത് കല്ല് കൊണ്ട് ഉള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ കൊട്ടാരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.